ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഒരു അച്ചാറിട്ടാലോ? ദാ ഈ കുപ്പിയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസം ആയതേ ഉള്ളൂ. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. സാധനം എന്തെന്ന് മനസ്സിലായോ? ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏതൊരു അച്ചാർ കിട്ടിയാലും ഞാൻ നന്നായിട്ട് കഴിക്കും. ഇത് നമ്മുടെ ഇലിമ്പി ചെറുതായിട്ട് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് 4 കഷ്ണങ്ങളാക്കിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും സെയിം ആ ഒരു കണക്കിന് എടുത്താൽ മതിയാകും. അതിനുശേഷം പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഉപ്പ് അവസാനം ഞാൻ നോക്കിയിട്ട് ഇടുന്നുള്ളൂ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഇലിമ്പിക്ക് ആ മിക്സിലോട്ടും ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് പുറയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇലിമ്പിക്ക അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.